നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്നത് ശനിദോഷത്താലുള്ള ദുഃഖമകലാൻ നമ്മൾ ചെയ്യേണ്ടത് ശ്രീ ശനീശ്വരൻ്റെ ധ്യാനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ശനിദോഷത്താലുള്ള ആ ഒരു കാഠിന്യം അത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അത് നമ്മൾ ആ ശനീശ്വരനെ പ്രാർത്ഥിക്കുവാൻ, ആ ശനീശ്വര ധ്യാനം നമ്മൾ ഇതേ രീതിയിൽ ചൊല്ലുക, മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. സർവ്വ ഐശ്വര്യവും വരുന്നതാണ്. അറിയാലോ, മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ചൊല്ലിക്കഴിഞ്ഞാൽ അതിനായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുന്നതാണ്. മന്ത്രമെന്ന് പറയുമ്പോൾ, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ, നാമജപങ്ങളെന്ന് പറയുമ്പോൾ ഈശ്വരനിൽ അർപ്പിച്ച് നമ്മൾ പൂർണ്ണമായും മനസ്സും ശരീരവും അർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാവുന്നതാണ്. മനുഷ്യരുടെ നന്മയ്ക്കായി ഋഷീശ്വരന്മാർ വിഭാവനം ചെയ്തിട്ടുള്ളതാണ് ഈ മന്ത്രങ്ങൾ. അപ്പോൾ ഈ മന്ത്രം നമ്മൾ ചെല്ലുന്നത് പ്രഭാതത്തിലോ സന്ധ്യാവേളയിലോ ആയിരിക്കണം നമ്മൾ ഇത് ചെല്ലേണ്ടുന്നത്. ഇത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചെയ്യാം. ഇത്ര ഒരു ചെയ്യണം, ഇത്ര ഒരു ഉരുവിടണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര നിങ്ങൾക്കിത് ഉരുവിടാവുന്നതാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞു തരാം. ധ്യായേ നീലശിലോചദ്യുതിനിഭം നീലാരവിന്ദാസനം ദേവം ദീപ്തവിശാലലോചനയുധം നിത്യക്ഷുതാകോപിനം നിർമാംസോദര ശുഷ്കദീർഘവപുഷാം രൗദ്രാകൃതിം ഭീഷണം ദീർഘമശ്രുജടായുധം ഗ്രഹപതിം സൗരം സദാഹം ഭജേ. ഇതേ രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നൂരു നിങ്ങളത് ജപിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ പ്രയോജനമുണ്ടാവുന്നതാണ്. നമ്മളുടെ ജീവിതത്തിന് ശനിദോഷത്താലുള്ള സമയമാണെങ്കിൽ നമ്മളിത് ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ശനിദോഷത്താലുള്ള ദോഷങ്ങളെല്ലാം മാറുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ജപിക്കുന്ന രീതിയിൽ നമുക്ക് ജപിക്കാം. അതല്ല ഇങ്ങനെ ഇപ്പം ഞാൻ ചെല്ലിയ രീതിയിൽ ചില ഉച്ചത്തിലാണെങ്കിലും ചെല്ലാം, എങ്ങനെയാണെങ്കിലും ചെല്ലാം, യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ ജീവിതത്തിൽ നല്ല രീതിയിൽ ആയുരാരോഗ്യവും സമ്പത്തും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.